ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതൊരു സെറ്റ് പോസ്റ്റ് വീഡിയോസാണ് കേട്ടോ. ചെമ്പരത്തിയാണ്, ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്. ലോങ് വീഡിയോസൊക്കെ ചാനലിൽ കിടപ്പുണ്ട്, എല്ലാവരും കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ കാണിക്കുന്നത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡാണ് കേട്ടോ. ഗോൾഡൻ കാസ്കേഡിൻ്റെ പ്രത്യേകത അറിയാതെ എല്ലാ ദിവസവും ഫ്ലവറാണ്, നല്ല ലോങ് ഫ്ലവറുകൾ വരും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല നല്ല ഫ്ലവറുകൾ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? ഇന്നത്തെ വീഡിയോ നമ്മുടെ മനോഹരമായ ചെമ്പരത്തിക്കുട്ടനാണ് കേട്ടോ. ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് 90 രൂപയാണ്. 90 + CC ആണ്. അപ്പോൾ കുറേ നമ്മുടെ അടുത്തുണ്ട്. പൂ വിരിയുന്നതനുസരിച്ചാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഉള്ള കളറുകൾ പൂ വിരിയുന്നതനുസരിച്ച് വീഡിയോ ചെയ്യാറുണ്ട്. കണ്ടോ, ഇത് എല്ലാ പ്ലാന്റിനും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമുക്ക് കട്ട് ചെയ്ത് അടുത്ത തൈകളൊക്കെ പിടിപ്പിക്കാനും കഴിയും. യെല്ലോയിൽ മിക്സായിട്ട് വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്ന പ്ലാന്റാണ്. കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് ഷെയ്ഡിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് ക്യൂട്ടായിട്ട് നല്ലൊരു മൊട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നാളെ ആവും വരിക. അപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോ നാളെ ഈ പൂവിൻ്റെ ഏത് കളറാണെന്നുള്ളത് ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. കയറി നോക്കണേ എല്ലാവരും. അപ്പോൾ ഇതിന് വരുന്നത് 90 + CC ആണ് വരുന്നത്. എല്ലായിടത്തും നമ്മൾ അയച്ചു കൊടുക്കും. പിന്നെ നിങ്ങളിത് കണ്ടതിന് ശേഷമായിരിക്കും ഓർഡർ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഇതിലുള്ള ഈ പൂ വാടിയിട്ടുണ്ടാവും. അടുത്ത മൊട്ട് അടിയിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പം നിങ്ങൾക്ക് കൺഫേം ചെയ്യാമല്ലോ. പൂ പെട്ടെന്ന് വിരിയുമ്പോൾ ഇത് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ ഇത് കണ്ടോ, ഒരുപാട് ചെമ്പരത്തി നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ചെമ്പരത്തി പിന്നെ നമ്മൾ വാങ്ങി വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കമ്പ് അതിൽ നിന്ന് കുത്തിയിട്ട് കിളിപ്പിക്കാൻ പറ്റുന്നതാണ്. കുറച്ച് കെയർ കൊടുത്ത് ഒന്ന് നോക്കിയാൽ മതി. ആദ്യം തന്നെ എല്ലാത്തിലും എന്തായി മൊട്ടുകൾ വരുന്നതാണ്. ഇഷ്ടംപോലെ പൂ വിരിയാറുണ്ട് കേട്ടോ. ഓരോ ഇലേൻ്റെ ഇടയിൽ നിന്നും ഇങ്ങനെ ഓരോ ഷൂട്ട് വന്ന് മൊട്ട് വന്ന് വിരിഞ്ഞ് പോയി വരുന്നത്. അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ എത്തും പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചതിന് ശേഷം ചെയ്യുന്ന ജോലികളാണ് കേട്ടോ. കാരണം അത്രയും പ്ലാന്റ് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണല്ലോ. എന്നിട്ട് നമ്മൾ ആദ്യമേ ഇട്ടിരുന്ന 90ൻ്റെ പ്ലാന്റിന് ഇത്രയും ഹൈറ്റൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഹൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പൂ വിരിയുന്നതനുസരിച്ച് ഇടുമ്പോഴാണ് സെയിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ മനോഹരമായ ചെമ്പരത്തിപ്പൂവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്യണേ. ഇതിപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണണമെന്നറിയില്ല, നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല ക്യൂട്ടല്ലേ. പിന്നെ 12 മണി വരെയൊക്കെ പൂക്കൾ നിൽക്കാറുള്ളൂ, ചിലപ്പോൾ വൈകുന്നേരം വരെയൊക്കെ നിൽക്കും. ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ്. ഇന്നും അതവിടെ നിൽപ്പുണ്ട്. കുറച്ച് കോട്ടൊക്കെ സംഭവിച്ചിട്ടുള്ളൂ.